പശ്ചിമേഷ്യയിലും ഒപ്പം തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധവുമൊക്കെ ഈ ലോകത്ത് കൊടുമ്പിരി കൊണ്ട് മുന്നേറുമ്പോൾ ഇതാ മറ്റൊരു രാജ്യം കൂടി യുദ്ധമുഖത്തേക്ക് എത്തുന്നു. അത് റഷ്യയുമായി ഏറ്റുമുട്ടാൻ ഒരു രാജ്യം തയ്യാറെടുക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റഷ്യയുടെ കനത്ത ആക്രമണമാണ് ഉക്രൈന് നേരെ ഉണ്ടായിരുന്നത്. ഉക്രൈൻ്റെ ഗ്രാമങ്ങൾ പിടിച്ചെടുത്ത റഷ്യൻ സേന ഇപ്പോൾ ഉക്രൈൻ്റെ തലസ്ഥാനം ലക്ഷ്യമാക്കി നീങ്ങുന്ന വാർത്തകളുമുണ്ട്. ഒപ്പം തന്നെ ഉക്രൈൻ്റെ പടിഞ്ഞാറൻ ഉക്രൈനിൽ റഷ്യ നടത്തിയ കനത്ത ബോംബിങ്ങിൽ ചില ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം പോളണ്ടിൻ്റെ വിമാനത്താവളങ്ങളിൽ വ്യോമത്താവളങ്ങളിൽ പതിച്ചു. ഇത് പോളണ്ട് യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്നതിന് ഇപ്പോൾ കാരണമായിട്ടുണ്ട്. പോളണ്ട് അവരുടെ വായുസേനയ്ക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ജാഗ്രതയോടെ മുൻപോട്ട് നീങ്ങുവാനും ഏതു സമയത്തും യുദ്ധസജ്ജരാകുവാനുമുള്ളൊരു നിർദ്ദേശം പോയതായിട്ടും ഉള്ള വിവരങ്ങളുണ്ട്. റഷ്യ ഇപ്പോൾ ഉക്രൈൻ്റെ തുറമുഖങ്ങളും അവരുടെ വ്യോമത്താവളങ്ങളും അടക്കമാണ് ആക്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഉക്രൈനുമായി ചേർന്ന് കിടക്കുന്ന പോളണ്ടിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത്. പോളണ്ടിൻ്റെ പ്രദേശങ്ങളിലാണ് റഷ്യ ആക്രമണം നടത്തിയതെന്നാണ് പോളണ്ട് പറയുന്നത്. ഏതായാലും യുദ്ധവിമാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പോളണ്ട് യുദ്ധമുഖത്തേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾക്ക് പോളണ്ടിനോടൊപ്പം നിന്ന് പരസ്യമായി യുദ്ധം ചെയ്യേണ്ടി വരും. കാരണം പോളണ്ട് നാറ്റോ സഖ്യത്തിലെ ഒരു രാജ്യമാണ്. ഉക്രൈൻ നാറ്റോ സഖ്യത്തിലെ രാജ്യമായിരുന്നില്ല. നാറ്റോ സഖ്യത്തിൽ കയറാൻ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ ഉക്രൈൻ്റെ പിന്നിൽ നിന്ന് കളിക്കേണ്ടി വരുന്നത്. പക്ഷേ പോളണ്ട് നേരിട്ട് ഏറ്റുമുട്ടുകയാണെങ്കിൽ മുന്നിൽ നിന്ന് തന്നെ ഈ നാറ്റോ സഖ്യത്തിന് റഷ്യയുമായി പോരാടേണ്ടി വരും. ഏതായാലും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമെന്നൊരു തോന്നൽ ഉളവാക്കുന്ന വേളയിലാണ് ഇപ്പോൾ പോളണ്ട് യുദ്ധത്തിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം.